ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ തലയിൽ ഷാളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നട്ടപ്പുറ വെയിലത്താണ് കേട്ടോ. എക്സിബിഷൻ കാണാൻ വന്നതാടോ. അതെ, തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2026 അത് കാണാനായിട്ട് എത്തിയതാണ്. ഒരാൾക്ക് 50 രൂപയാണ്. തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞൊന്ന് വരാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയി. അതിന് ശേഷമാണ് ഇത് എക്സിബിഷൻ കാണാനായിട്ട് വന്നത്. നട്ടപ്പുറ വെയിലത്ത് തന്നെ പോന്നു, കാരണം വേറെ പല ആവശ്യങ്ങൾക്കും ടൗണിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യോടെ പോവാ എന്ന് വിചാരിച്ച് മുടക്കുള്ള ദിവസവും കൂടി ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാ. നമ്മളെ പെൺകുട്ടികളെ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന കമ്മലുകൾ, വളകൾ, മാലകൾ, പൊട്ടുകൾ, ചാന്തുകൾ എല്ലാം ഉണ്ട്. അടിപൊളി കളക്ഷൻസാണ്, കാര്യങ്ങളാണ്. എല്ലാം സ്റ്റാളുകളൊക്കെ സെയിം സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഒരേ സ്ഥലത്ത് തന്നെയാണ് ഒരുവിധം എല്ലാ സ്റ്റാളുകളും വന്നിരിക്കുന്നത്. പലതും കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടൊക്കെ പലതും ഇല്ല. പിന്നെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം കാരണം പല സ്ഥലങ്ങളിലും എന്താ പറയുക, അടുപ്പുകളൊന്നും കത്തുന്നില്ല, വേറെ കുറേ പല കാര്യങ്ങളും ഇല്ല. പിന്നെ അതുകൊണ്ട് കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ്സ് അത് ഇവിടെ നിന്ന് അങ്ങ് പോവാൻ തോന്നുന്നില്ല. കുറച്ച് നേരം ഇവിടെ അങ്ങ് നിന്ന് അങ്ങ് ഷൂട്ട് ചെയ്തു കേട്ടോ. അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. സത്യം പറഞ്ഞാൽ എക്സിബിഷനൊക്കെ ഭയങ്കര തിരക്ക്, കുറച്ച് അപകടങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായതിന് ശേഷമാണോ എന്താണെന്ന് അറിയില്ല, എക്സിബിഷന് പൊതുവേ തിരക്ക് കുറവാണ് കേട്ടോ. പിന്നെ അത് കത്തികളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കത്തികളുണ്ട്. നമ്മുടെ അടുക്കള സാധനങ്ങൾ, നമ്മൾ പറയില്ല, വീട്ടമ്മമാരെ ആകർഷിക്കാനുള്ള അടുക്കള ആയുധങ്ങൾ, പ്ലാസ്റ്റിക്സിൻ്റെ ഒരു ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ട് നടക്കണതിൻ്റെ ഇടയിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഈ കയ്യിലൊക്കെ ഒന്ന് നോക്കണം. എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരു സാധനം വാങ്ങിക്കാൻ കൂടെയുള്ള ആള് സമ്മതിക്കുകയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യിലുകളും. വേണ്ടതുണ്ടല്ലോ ആവശ്യത്തിന് പോരെ, എന്തിനാണ്? ശരിയാണ്. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പറയുന്നത് സത്യമാണ്. എന്തിനാണ് ആവശ്യത്തിൽ കൂടുതൽ? നമുക്ക് 2 പേരുണ്ടാകുമ്പോൾ ഒരു 4 സ്പൂണിന് മേലെ എന്തിനാണ് ആവശ്യം? അതിനാവശ്യമില്ലല്ലോ എന്നൊക്കെയാണ്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഒറ്റ മകനാണ്, വർഷങ്ങളായിട്ട് വീട് വെച്ച് താമസിക്കുന്നവരാണ്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്ന കാലത്തെ ഇവിടെ ഇഷ്ടംപോലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ സിസ്റ്റർ ലോസ് ആയാലും ഇവിടെ ഉണ്ടായിരുന്നവർ ചെറുപ്പം തൊട്ടേ വാങ്ങിച്ചു വെച്ച എല്ലാ സാധനങ്ങളും ഈ വീട്ടിൽ തന്നെയാണ് ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇതിൻ്റെ കൂടുതൽ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യങ്ങളുമില്ല. പിന്നെ നമുക്ക് വേറെ ആരുമില്ല, നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ നോക്കിയും കണ്ട് നടക്കുക എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ഇതുപോലത്തെ ഇതൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും പറയും ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതൊക്കെ പഠിച്ചത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പുതിയ സാധനങ്ങൾ നല്ല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ വലിയ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പണ്ടൊക്കെ അങ്ങനെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് പറഞ്ഞു വന്നത് എത്രമാത്രം കാര്യങ്ങളാണ് കൂടുതൽ പൈസ ചിലവാക്കി കളഞ്ഞിരുന്നത് എന്ന് ചില സമയത്തൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ അതൊക്കെ അത്യാകർഷണമായിരുന്നു. ഒരു അത്യാകർഷണം എന്നല്ല പറയാം, അത്യാഗ്രഹത്തിനേക്കാളും കൂടുതൽ നമുക്കതൊക്കെ വേണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഒരുപാട് ഇപ്പോൾ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. കുഞ്ഞു ഉടുപ്പുകളൊക്കെ കാണുമ്പോൾ കുട്ടികളെയൊക്കെ മിസ്സാവുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ 500 രൂപ എന്നാണ് കാണിച്ചത് കേട്ടോ. അത് ഭയങ്കര കാശ് ഇങ്ങനെ കയറ്റി പറയും. ചിലപ്പോൾ ഓൺലൈനിൽ ഇതിനേക്കാളും ഒരു 50 രൂപയ്ക്കൊക്കെ കുറവിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവരുടെ പലതിൻ്റെ വില പോയി ചോദിക്കും, ഓൺലൈനിൽ കണ്ടതിൻ്റെ ആയാലും. അപ്പോൾ ഒരു 50 രൂപയൊക്കെ കുറവാണ് ഓൺലൈനിലുള്ളത് കേട്ടോ. പിന്നെ കുട്ടികൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വലിയ കുറേ കവറിലൊക്കെ ഇങ്ങനെ വാങ്ങി കൂട്ടി കൊണ്ടുപോകണതൊക്കെ കാണാം. സത്യം പറയാമല്ലോ, അതിൻ്റെയൊക്കെ ഏതായത് പ്രായം കഴിഞ്ഞു പോയതാണോ എന്നറിയില്ല, ഒരു തള്ള വൈബ് വന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇതൊന്നും കഴിക്കാൻ പറ്റില്ല, എനിക്ക് വായയിലൊക്കെ ഒരു പോളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പണ്ടൊക്കെ ആയിരുന്നപ്പോൾ അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ കാലത്ത് എന്ന് പറയാൻ അച്ഛനില്ലാത്തതുകൊണ്ട്, അച്ഛനുള്ള സമയത്തൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഇങ്ങനെ എക്സിബിഷൻ കാണാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അന്ന് ഈ കൈത്തറി ഐറ്റംസൊക്കെ ഞങ്ങൾ ഒത്തിരി വാങ്ങിക്കും. ഡ്രസ്സുകൾ, സാരികളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 2-3 സാരികളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കും ചേച്ചിക്കും ഒരേപോലത്തെ പാവാടയൊക്കെ തയ്പ്പിക്കും. അമ്മയ്ക്ക് സാരി എടുക്കും. അങ്ങനെ അത്യാവശ്യം നല്ല പൈസ നല്ലപോലെ ചിലവാക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുണി തരങ്ങളൊക്കെ ഒരു പക്ഷേ ആ എക്സിബിഷൻ അപ്പോൾ വാങ്ങിക്കുന്നതേ ഉള്ളൂ. പിന്നത്തെ എക്സിബിഷൻ വരെ ചിലപ്പോൾ കാത്തിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് കാലത്ത് തുണികൾ മേടിക്കാമല്ലോ. ഇപ്പം അങ്ങനെയല്ലല്ലോ, നമ്മൾ മാസം ഡ്രസ്സുകൾ എടുക്കുന്ന ആളുകളായി പോയല്ലോ. ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഒരു കല്യാണം
ഉണ്ടെങ്കിൽ അപ്പോൾ പോയിട്ട് ഓടി പോയിട്ട് ഡ്രസ്സുകൾ എടുക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ മേടിക്കാൻ നമുക്കൊരു മടിയാണ്. പിന്നെ എനിക്ക് നല്ല സാരികളൊക്കെ കണ്ടു കേട്ടോ, നല്ല സാരികളും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ എന്തോ വാങ്ങിക്കണം എന്നുള്ളതുണ്ടായി എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ വേണ്ട എന്ന് അതോടുകൂടി തോന്നും. കാരണം ആൾക്കത് താല്പര്യമില്ല. ചേട്ടൻ എന്ന് വെച്ചാൽ എന്തിനാപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എവിടെ ഉടുത്തുകൊണ്ട് പോകാനാണ് എന്നുള്ളൊരു തോന്നൽ. അപ്പം നല്ല സാരികളൊക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ നിവർത്തിയൊക്കെ നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അത് പ്രത്യേകിച്ച് എനിക്ക് റെഡ്, യെല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പിങ്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് ഇങ്ങനെ നടക്കുക. പിന്നെ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ എടുത്തത്. നല്ല വില കുറവാണ്, 1000 രൂപയുള്ളൂ മെറ്റീരിയലിന്. അതായത് ഷോളും ബോട്ടവും അടക്കം ടോപ്പൊക്കെ അടക്കാം. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല സിൽക്കിൻ്റെ. എനിക്ക് അത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പം ആവശ്യമില്ലാത്തതുകൊണ്ട് എന്ന് പറയും ആൾ, എന്തിനാ ഇപ്പം ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പം അത് എനിക്ക് പർച്ചേസിൻ്റെ കാര്യത്തിൽ ചേട്ടൻ്റെ കൂടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കാനൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് ആൾക്ക് താല്പര്യമുള്ള സംഭവമാണ് ഇപ്പോൾ എടുത്തത്. ദേ വലിച്ചു കയറ്റി കണ്ട അമ്മേ, അതന്നെ ഇതാണ് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ. ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് വാങ്ങിച്ച് ഇതുപോലെയൊക്കെ നടക്കും. അപ്പം അങ്ങനെ അത് വലിയ ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് വിക്സ് തേക്കുക, മൂക്കിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിരിക്കുക. അതായത് ഈ സംഭവങ്ങൾ മൂക്കിലേക്ക് വലിച്ച് ശ്വാസം പിടിച്ച് എപ്പോഴും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഇതൊക്കെയാണെങ്കിൽ വാങ്ങിച്ചു കൂട്ടും. അപ്പോൾ അതൊക്കെ ആൾ വാങ്ങിച്ചു. പിന്നെ ഇതാ ഈ സംഭവം വാങ്ങിച്ചു കേട്ടോ, എക്സിബിഷൻ പോയിട്ട്. ഇത് എനിക്കിഷ്ടമാണ്, പാക്ക്. അപ്പോൾ പാക്ക് ഐറ്റംസൊക്കെ വാങ്ങിച്ചു കുറച്ച്. അത് പിന്നെ എന്താ പറയുക, കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ട് തോന്നും നമുക്ക്. പണ്ടൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റിയോട് കൂടിയിട്ട് ഇപ്പോൾ പൈസ ഇപ്പോൾ ഒരു 100 അതിൽ 200 പറഞ്ഞാലും ക്വാണ്ടിറ്റി തരും. ഇപ്പം എന്തോ ത്രാസിൽ വെച്ച് എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി ഇല്ലേ എന്ന് തോന്നുക. ക്വാണ്ടിറ്റി കുറവാണ്. എനിക്ക് ആ ത്രാസിൻ്റെ ആണോ നമ്മുടെ ആണോ എന്താണെന്നറിയില്ല. പണ്ട് കൂടുതലായിട്ട് കിട്ടണ പോലെ തോന്നാറുണ്ട് കേട്ടോ. എല്ലാ സാധനവും, എന്ത് സാധനം എടുക്കായാലും അളവുകളിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാണ് പൈസ കൂടുതലും അളവ് കുറവായിട്ടാണ് എനിക്ക് ഇപ്പോൾ ത്രാസുകളിൽ വെച്ച് തരുന്നതാണെങ്കിൽ പോലും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. ഇത് നല്ല നല്ല സ്വാദുള്ള ഓരോരോ ഐറ്റംസ്. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല, പേരപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ പോയിട്ട് വളകൾ, മാലകൾ, വീണ്ടും റെയർ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നോക്കിയിരുന്നപ്പോൾ അടിപൊളി വളകൾ കേട്ടോ. ഇതാ ഈ ഒരു വളയ്ക്കൊക്കെ 250 പറയണത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു ജോഡിക്കല്ല 2 എണ്ണത്തിന് 250 എന്തോ പറഞ്ഞേ. വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഏട്ടൻ വാങ്ങിച്ചു, അത് മേടിച്ചോളാൻ പറഞ്ഞോട്ടെ. ഇങ്ങനെ വളകളൊക്കെ അത് മേടിച്ചോളാൻ പറയും. അത് ഞാൻ ഇതിൻ്റെ വേറൊരു സ്ഥലത്ത് പോയിട്ട് കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വള മേടിച്ചിട്ട് അത് വേണ്ട എന്ന് അങ്ങ് വിചാരിച്ചു. എനിക്ക് മേടിക്കണം. പിന്നെ ഇപ്പോൾ തോന്നുന്നു ഇതാ വോയിസ് ഓവർ കൊടുക്കണത്, അയ്യോ വാങ്ങിക്കായിരുന്നു, ചേട്ടൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. വളയൊക്കെ വാങ്ങിക്കാൻ പറയട്ടെ, വള കമ്മലൊക്കെ വേണമെങ്കിൽ അതൊക്കെ വാങ്ങിച്ചോളൂ എന്നൊക്കെ പറയും. അതിപ്പോൾ 200 ആയാലും 300 ആയാലും അതൊന്നും ആൾക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ വാങ്ങിച്ചോളാൻ പറയും. പക്ഷേ അത് എനിക്ക് ഒരുപാട് വാങ്ങിക്കുമ്പോൾ എനിക്ക് എന്തിനാ ഇപ്പോൾ അത് വാങ്ങിക്കണേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് അത് കുറച്ച് പിശുക്കൊക്കെ കാണിക്കുന്നത്. എനിക്ക് ഡ്രസ്സുകളാണ് കൂടുതൽ ഇഷ്ടം. ഡ്രസ്സുകൾ ഒരുപാട്, വളയൊക്കെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ടുള്ള മരത്തടിയുടെ ഉള്ള എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അതൊക്കെ. പക്ഷെ അതിപ്പോഴും ഞാൻ ഇട്ടുകൊണ്ട് നടക്കും. പക്ഷെ എനിക്ക് ഡ്രസ്സുകൾ ഒരുപാട് വേണം. ഇന്നെടുത്ത ഡ്രസ്സും നാളെയും മറ്റന്നാളും ഒക്കെ എനിക്ക് ഡ്രസ്സ് എടുത്താലും എനിക്ക് ഒരു മടിപ്പുമില്ല. എനിക്കിഷ്ടമാണ് അതൊക്കെ എടുക്കാൻ. അങ്ങനെ ഇവിടെ നിന്ന് രാജസ്ഥാൻ നമ്മുടെ പിക്കിളുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പിക്കിള് അധികം കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അതൊക്കെ നോക്കി കണ്ട് നിന്നു എന്ന് മാത്രം. നല്ല സ്മെല്ലല്ല. ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഉപ്പ്, അന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഉപ്പ് കുറവായിട്ട് ഫീൽ ചെയ്യുക. ഉപ്പില്ല. ഇപ്പോൾ എനിക്ക് വാങ്ങിക്കുമ്പോൾ ഈ ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ നല്ല ഉപ്പ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മേടിക്കാതെ ഇരുന്നത്. ഭയങ്കരമായിട്ട് ഉപ്പ് ഫീൽ ചെയ്യുക. അപ്പോൾ പിന്നെ വെറുതെ ഉപ്പുള്ള സംഭവങ്ങൾ അധികം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രഷറും ഷുഗറും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ, അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഉപ്പൊക്കെ കുറയ്ക്കുന്നതാണ്, ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഇവിടെ ISROടെ അവിടെ പോയിട്ട് തല വെച്ച് ഇരിക്കുക, അടിപൊളിയല്ല. എല്ലാവരും ഫോട്ടോ എടുക്കണം. അപ്പം ഞാനും പോയിട്ട് നിൽക്കുക. ചേട്ടൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണത് കേട്ടോ. അവിടെ പോയി നിൽക്കുക, അവിടെ നിൽക്കുക, അല്ല അതിൽ നിൽക്കുക, അങ്ങനെ ചെയ്യുക.
ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് എൻ്റെ പൊന്നോ അങ്ങനെ അതാ ഇറങ്ങായിട്ടോ. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അങ്ങനെ ഈ വർഷത്തെ എക്സിബിഷൻ അങ്ങോട്ട് തീർന്ന്. അപ്പം അജിന്തി ഫാമിലിയുടെ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.